സാംസങ്ങിന്റെ ഏറ്റവും പുതിയ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി S23 അൾട്രയുടെ വിശേഷങ്ങൾ നോക്കാം നമുക്ക്. 6.8 ഇഞ്ച് ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് S23 അൾട്രയ്ക്ക് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സ് ഡൈനാമിക് റിഫ്രഷ് റേറ്റും 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റുമുള്ള ഇതിന്റെ ഡിസ്പ്ലേക്ക് 1750 നിറ്റ്സ് പീക്കിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. കൂടാതെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനും നൽകിയിരിക്കുന്നു. പെർഫോമൻസിലേക്ക് പോകുമ്പോൾ ഒക്ടാകോർ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന ഏറ്റവും മികച്ച ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ജനറലി നിലവിൽ OnePlus പോലുള്ള ചില ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഈ ഒരു ചിപ്സെറ്റ് ഉണ്ടെങ്കിലും ഇത് മെയ്ഡ് ഫോർ സാംസങ് ആണ്, മെയ്ഡ് ഫോർ ഗാലക്സി. ക്യാമറയിലേക്ക് പോകുമ്പോൾ ക്യാമറയുടെ കാര്യത്തിലും സാംസങ് ചരിത്രം തിരുത്താൻ പോവുകയാണ്. 200 മെഗാ പിക്സലിൻ്റെ പ്രൈമറി വൈഡ് ക്യാമറ ഉൾപ്പെടുന്ന ക്വാഡ് ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഒപ്പം 10 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ, 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് എന്നിവയും അടങ്ങുന്ന 4 ക്യാമറകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ടെലിഫോട്ടോ ഷൂട്ടർ ക്യാമറയ്ക്ക് 10 മടങ്ങ് ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ആൻഡ് പെർഫോമൻസ് കിടിലം തന്നെയായിരിക്കും. 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഫംഗ്ഷൻ നൈറ്റോഗ്രാഫിയാണ്. രാത്രികാല ദൃശ്യങ്ങൾ ലോ ലൈറ്റിലും മികവുറ്റതാക്കുന്നു ഈ ഒരു ഫംഗ്ഷൻ. ഗാലക്സി S23 അൾട്രയ്ക്ക് 1 TB വരെ ഓൺബോർഡ് സ്റ്റോറേജ് ഉണ്ട്. മെമ്മറി വേരിയൻറ്റ്സ് നോക്കുമ്പോൾ 8GB 256GB, 12GB 256GB, 12GB 512GB, 12GB 1 TB എന്നിങ്ങനെയാണ് വരുന്നത്. 45 വാട്ട് വയേർഡ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഈ ഒരു ഫോണിന് 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 മിനിറ്റിനുള്ളിൽ 65% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. കൂടാതെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സംവിധാനവും ഉണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആയിട്ടുള്ള One UI 5.1 പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് S22 അൾട്രയും S23 അൾട്രയും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കാം. രണ്ട് ഫോണുകളുടെയും ബോഡി മെറ്റൽ ഫ്രെയിം ആൻഡ് ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ വരുന്നത് 6.8 ഇഞ്ച് ഡൈനാമിക് AMOLED 2x തന്നെയാണ്. റെസൊല്യൂഷനും മറ്റും സെയിം തന്നെയാണ്. 1750 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും ഒരുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. S22 അൾട്രയിൽ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണെങ്കിൽ S23 അൾട്രയിൽ ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് നൽകിയിരിക്കുന്നത് പ്രൊട്ടക്ഷൻ. പിറകിലോട്ട് വരുമ്പോൾ കാഴ്ചയിൽ രണ്ട് ഫോണും കാണാൻ സൈസൊക്കെ സെയിം ആണെങ്കിലും S22 അൾട്രയെ അപേക്ഷിച്ച് S23 അൾട്ര കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങുന്നതാണ്. അതായത് S22 അൾട്രയുടെ വശങ്ങൾ കർവി ഡിസൈൻ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഫോൺ സ്ലിപ്പാവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. എന്നാൽ S23 അൾട്രയുടെ എഡ്ജ് ഡിസൈൻ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാമറ മൊഡ്യൂൾസിൽ S22 അൾട്രയുടെ ക്യാമറ ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ S23 അൾട്രയിൽ സൈസ് ഇച്ചിരി കൂടി കൂട്ടിയെന്ന് മാത്രമല്ല മൊഡ്യൂൾസിൽ അട്രാക്റ്റീവ് റിംഗ് സ്റ്റൈൽ കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണിലും S പെന്നും വരുന്നുണ്ട്. ഫാൻറ്റം ബ്ലാക്ക്, ബർഗണ്ടി, വൈറ്റ്, ഗ്രീൻ എന്നീ നിറങ്ങളിലായിരുന്നു S22 അൾട്ര വന്നിരുന്നത്. എന്നാൽ S23 അൾട്ര വരുന്നത് ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ഗ്രീൻ, ലാവൻഡർ എന്നീ 4 നിറങ്ങളിലും കൂടാതെ ഓൺലൈനിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്കൈ ബ്ലൂ, റെഡ്, ലൈം എന്നീ നിറങ്ങളിലും ലഭിക്കുന്നതാണ്. കൂടാതെ കണക്ടിവിറ്റീസിൽ NFC, USB Type-C, ബ്ലൂടൂത്ത് എന്നിവ രണ്ട് ഫോണുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. S22 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസ്സർ ആയിരുന്നെങ്കിൽ 23 അൾട്രയിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് കൊടുത്തത്. 22 അൾട്രയിൽ 108 മെഗാ പിക്സൽ ആയിരുന്നു മെയിൻ ക്യാമറ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ S23 അൾട്രയിൽ 200 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് S22 അൾട്രയിൽ 40 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറച്ച് S23 അൾട്രയിൽ വെറും 12 മെഗാ പിക്സൽ ആണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് S23 അൾട്രയുടെ വിലയിലേക്ക് വരാം. 12GB 256GBക്ക് 4949 ദിർഹവും, 12GB 512GBക്ക് 5449 ദിർഹവും, 12GB 1 TBക്ക് 6449 ദിർഹവുമാണ്. നാട്ടിലെ വില നോക്കുമ്പോൾ 12GB 256GBക്ക് ഏതാണ്ട് 1,25,000 രൂപയും, 12GB 512GBക്ക് 1,35,000 രൂപയും, 12GB 1 TBക്ക് 1,55,000 രൂപയും വരുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ആൻഡ്രോയിഡിൻ്റെ രാജാവ് ഏത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് S23 അൾട്രയാണെന്ന് പറയാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.
അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.